الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم.
مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഖുത്ബകളിൽ ഞാൻ ദൈവജ്ഞാന സിദ്ധിക്കുള്ള മാർഗങ്ങൾ, ദൈവസ്നേഹം കരസ്ഥമാക്കാനുള്ള വഴികൾ, അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ പൊരുൾ എന്നിവ വിവരിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ ആ മഹാത്മാവിന്റെ ഉദ്ധരണികൾ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ഖജനാവിൽ നിന്നും അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ യാഥാർത്ഥ്യം, അത് കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ, അതിന്റെ മഹത്വം, ജമാഅത്തിനോട് അത് കരസ്ഥമാക്കാനായി പ്രത്യാശിച്ചത് എന്നിവ ഉൾക്കൊള്ളുന്ന ഉദ്ധരണികളാണ് കേൾപ്പിക്കുന്നത്. അള്ളാഹുവിനെ കരസ്ഥമാക്കാനായി അള്ളാഹുവിന്റെ അസ്തിത്വമാണ് യഥാർത്ഥ നന്മ എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അവനിൽ നിന്നാണ് നന്മ വരുന്നതെന്നും അത് ദൈവികാധ്യാപനങ്ങൾ സ്വായത്തമാക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത് എന്നും ഇതിന്റെ ഫലമായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അവന്റെ സാമീപ്യവും കരസ്ഥമാക്കുന്നതാണെന്നും വിവരിച്ചുകൊണ്ടുള്ള ഉദ്ധരണികളാണ് കേൾപ്പിക്കുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വമല്ലാതെ മറ്റൊന്നും തന്നെ നന്മയായിട്ടില്ല. സർവ സൽസ്വഭാവങ്ങളും സർവ നന്മകളും അവന് വേണ്ടി അർപ്പിതമാണ്. തന്റെ ദേഹേച്ഛയും ഉദ്ദേശങ്ങളും കൈവിട്ടുകൊണ്ട് നന്മ മാത്രമായ ആ അസ്തിത്വത്തിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതനുസരിച്ച് അവരിൽ ദൈവിക ഗുണങ്ങൾ പ്രതിബിംബിക്കുന്നതാണ്. തന്റെ ദേഹേച്ഛകളെയും ഇഷ്ടങ്ങളെയും കൈവടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യത്തിനായി പരിശ്രമിക്കുന്നതനുസരിച്ച് അവർക്ക് ദൈവസാമീപ്യം ലഭിക്കുന്നതാണ്. ദൈവിക സ്വഭാവങ്ങൾ ആ വ്യക്തിയിൽ പ്രതിഫലിക്കുന്നു. മനുഷ്യൻ തന്റെ ഇച്ഛകളിൽ നിന്നും വിമുക്തനായി അള്ളാഹുവിൽ ലയിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ സ്വഭാവങ്ങൾ, അള്ളാഹുവിന്റെ നിറം അവനിൽ നിറയുന്നു. എത്ര കണ്ട് അള്ളാഹുവിന്റെ നിറം സ്വായത്തമാകുന്നുവോ അവന്റെ കൽപ്പനകൾ അനുസരിക്കാൻ തൗഫീക്ക് ലഭിക്കും, സാമീപ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പറയുന്നു, മനുഷ്യന് ഏതെല്ലാം ഗുണങ്ങളും സത്യമായ സംസ്കാരവും കരഗതമാകുന്നുവോ അവയെല്ലാം തന്നെ ദൈവസാമീപ്യം മുഖേനയാണ് കരഗതമാകുന്നത്. അങ്ങനെ തന്നെയാണ് ആകേണ്ടതും. കാരണം സൃഷ്ടികൾ സ്വന്തം അസ്തിത്വത്തിൽ ഒന്നും തന്നെയല്ല. അതിനാൽ ദൈവിക സ്വഭാവങ്ങൾ പ്രതിഫലിക്കുന്നത് വിശുദ്ധ ഖുർആനെ പൂർണ്ണമായും പിൻപറ്റുന്ന ഹൃദയത്തിലാണ്. അള്ളാഹുവിന്റെ സ്വഭാവങ്ങൾ അത് പ്രകടമാകുന്നതും പ്രതിഫലിക്കുന്നതും വിശുദ്ധ ഖുർആനെ പൂർണ്ണമായും അനുധാവനം ചെയ്യുന്നവരിലാണ്. പറയുന്നു,
फरमाया और तजुर्बा सहीया बतला ശരിയായ അനുഭവം പറയുന്നത് ഏതൊരു ശുദ്ധമായ പാനീയവും ആത്മീയ താൽപര്യവും अखलाक സ്നേഹത്താൽ നിറഞ്ഞ ആവേശത്തോടും കൂടി അവരിൽ നിന്നും സൽസ്വഭാവങ്ങൾ പ്രകടമാകുന്നുവോ അതിന് തുല്യമായ ഒന്ന് ലോകത്ത് മറ്റെവിടെയും കാണുകയില്ല. ഓരോരുത്തർക്കും വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും, ഓരോരുത്തരും പലതും വീമ്പിളക്കും. എന്നാൽ യഥാർത്ഥ അനുഭവത്തിന്റെ ഇടുങ്ങിയ വാതിലിൽ കൂടെ സുരക്ഷിതമായി പുറത്തു കടക്കുന്നവർ ഇക്കൂട്ടരാണ്. മറ്റുള്ളവരിൽ നിന്നും ചില സൽസ്വഭാവങ്ങൾ പ്രകടമാകുന്നുണ്ടെങ്കിൽ അത് പ്രകടനവും നാട്യവും മാത്രമാണ്. जो अल्लाह ताला അള്ളാഹുവിന്റെ നിറം സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും करने की कोशिश करता വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നുമാണ് ശരിയായ സൽസ്വഭാവങ്ങൾ പ്രകടമാകുക. अगर कोई ഇവരല്ലാതെ മറ്റു വല്ലവരും സൽഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ, അതല്ല അവരിൽ നിന്ന് സൽസ്വഭാവങ്ങൾ പ്രകടമാകുന്നുണ്ടെങ്കിൽ അതെല്ലാം വെറും പ്രകടനമാണ്, കാണിക്കാൻ വേണ്ടിയാണ്. അവർ തങ്ങളുടെ മാലിന്യങ്ങളെ മറച്ചുവെച്ചുകൊണ്ട്, തങ്ങളുടെ രോഗങ്ങളെ ഒളിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പൊള്ളയായ സംസ്കാരം പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. लाख नहीं होते അവരുടെ മാലിന്യങ്ങളും തുരുമ്പും എല്ലാം അവർ മറച്ചിരിക്കുന്നു. അത് ശരിയായ സ്വഭാവ ഗുണങ്ങളായിരിക്കുകയില്ല, അതെല്ലാം ഒരു പുകമറയാണ്, പ്രകടനമാണ്. പറയുന്നു, നിസ്സാരമായ പരീക്ഷണഘട്ടങ്ങളിൽ അവരുടെ രഹസ്യം പുറത്താകുന്നതാണ്. ना इम्तिहानों में പരീക്ഷണം വരുമ്പോൾ അവരുടെ കള്ളി വെളിച്ചത്താകുന്നതാണ്. വ്യക്തിപരമായ കേസുണ്ടാകുന്നു. അപ്പോൾ അവർ എന്തുമാത്രം होते हैं ധാർമ്മികമായി അധപ്പതിച്ചവരാണെന്ന് മനസ്സിലാകുന്നു. സത്യവും സൽസ്വഭാവവും എല്ലാം എങ്ങോ പോയി മറയുന്നു. അവർ എന്തുമാത്രം കളവ് പറയുന്നവരാണെന്ന് വെളിപ്പെടുന്നു. സത്യത്തെ ഏത് രീതിയിലാണ് മറച്ചുവെക്കുന്നതെന്നും അറിയുന്നു. അവർക്ക് ധാർമ്മികമായി എന്തുമാത്രം ഉയർച്ചയുണ്ടെന്നും വ്യക്തമാക്കപ്പെടുന്നു. जा रहे हैं ये पता लग जाता है. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം ഇത് സംബന്ധമായി പറയുകയുണ്ടായി. और बाज लोग ये ना भी हो तो मुस्लिम ने एकदम मिसाल दी है. ഒരു സ്ഥലത്ത് ഒരു സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടു. അതിൽ വലിയ പ്രമാണിമാരും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവരാണെന്ന് കരുതപ്പെടുന്ന ആളുകളും അതിൽ സന്നിഹിതരായിരുന്നു. कि मजलिस में फैसला हुआ അവിടെ എടുത്ത തീരുമാനം ഇന്ന് സ്വതന്ത്രമായ സദസ്സായിരിക്കണം. അവർ സ്വതന്ത്രമായ സദസ്സിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം എന്തെല്ലാം നീചപ്രവർത്തികളും അശ്ലീലങ്ങളും അവിടെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. അങ്ങനെ അവർ ചെയ്തു. അപ്പോൾ അവിടെയും ഓരോരുത്തരുടെയും ഉള്ളറ തുറക്കപ്പെടുന്നതാണ്. तकल्लुफ പറയുന്നു, സൽസ്വഭാവവും സംസ്കാരവും പ്രകടമാക്കാൻ കൃത്രിമത്വം കാണിക്കുന്നതിനുള്ള കാരണം അവരുടെ ബാഹ്യലോകവും സമൂഹത്തോടുള്ള ബന്ധവും നല്ല നിലയിൽ പോകുന്നതിന് ഇങ്ങനെയുള്ളതാണ് ഉത്തമമെന്ന് അവർ കരുതുന്നു. ये तकल्लुफ और അവർ കൃത്രിമത്വം കാണിക്കാനുള്ള കാരണം അവരുടെ ലോകത്തിന് മുമ്പാകെ, അവരുടെ സൊസൈറ്റിക്ക് മുമ്പാകെ ഇതെല്ലാം കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് അവർ കരുതുന്നു. അതല്ലാതെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനല്ല അവർ ഇത് ചെയ്യുന്നത്. खुदा ताला की रजा हासिल करने के लिए फरमाया और अगर अपनी अंदरूनी പറയുന്നു, അവരുടെ ആന്തരികമായ അശുദ്ധിയെ അവർ പിൻപറ്റിയിരുന്നുവെങ്കിൽ में खलल पड़ता है जो उनके दिलों में സൊസൈറ്റിയുമായുള്ള ഇടപാടുകളിൽ ഇടിവ് ഉണ്ടാകുന്നതാണ്. जो गंदगी അവരുടെ ഹൃദയങ്ങളിലുള്ള അഴുക്കുകൾ അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവരുടെ ഭൗതിക ഇടപാടുകൾക്ക് കോട്ടം തട്ടുന്നതാണ്. तो जो कुछ उन അതുകൊണ്ട് ഈ സൽസ്വഭാവം പ്രകടിപ്പിക്കുന്നത് വെറും ഭൗതിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ സ്വഭാവ സംസ്കരണം സമൂഹത്തിൽ सिर्फ സ്ഥാപിക്കാനായിട്ടല്ല. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാനോ ആർക്കെങ്കിലും ഗുണം ചെയ്യാനോ അല്ല അവര് സൽസ്വഭാവം പ്രകടിപ്പിക്കുന്നത്. अखलाक इसलिए दिखाना कि പറയുന്നു, फायदा हो. फरमाया और अगरचे बकदर അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രകൃതിദത്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ സൽസ്വഭാവത്തിന്റെ കുറച്ച് വിത്തുകൾ തീർച്ചയായും അവരിലും ഉണ്ടാകും. എന്നാൽ അവയെല്ലാം പലപ്പോഴും ദേഹേച്ഛയുടെ മുൾപടർപ്പിനടിയിൽ അമർന്നിരിക്കും. लिल्लाह
ദേഹേച്ഛയുടെ അവിശുദ്ധ ബാന്ധവമില്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രമായി അവരിൽ നിന്നും ഒന്നും പ്രകടമാകുന്നതല്ല. എന്നിട്ടല്ലേ അത് അതിന്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുക. പൂർണമായും ദൈവപ്രീതിക്കായി ഈ സദ്ഗുണങ്ങൾ പ്രകടമാകുന്നത് അള്ളാഹുവിന്റേതായി തീരുന്നവരിൽ നിന്നാണ്. അവരുടെ ദേഹേച്ഛകൾ അന്യരുടെ അടുക്കിൽ നിന്നും വിശുദ്ധമായി കണ്ടുകൊണ്ട് അള്ളാഹു സ്വയം തന്റെ സ്വഭാവങ്ങളെ കൊണ്ട് അവരെ നിറക്കുന്നു. അള്ളാഹുവിനു വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ അള്ളാഹു അല്ലാതെ മറ്റുള്ളവയെ ആശ്രയിക്കുന്ന അവിശുദ്ധിയിൽ നിന്നും അവർ പൂർണമായും ശുദ്ധമായിത്തീരുന്നു. അള്ളാഹു തന്റെ ഗുണങ്ങൾ അങ്ങനെയുള്ളവരിൽ കുത്തി നിറക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ആ സ്വഭാവ ഗുണങ്ങൾ വളരെ പ്രിയപ്പെട്ടതായി മാറുന്നു. അവർക്ക് സ്വന്തത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ അതിനെ ഇഷ്ടപ്പെടുന്നു. അവർ സർവ സമർപ്പിതരായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഗുണത്തെ പൂർണമായും തങ്ങളിൽ ആവാഹിക്കുകയും അങ്ങനെ അവർ അള്ളാഹുവിന്റെ ഉപകരണങ്ങളായി വർത്തിക്കുകയും ചെയ്യുന്നു. അവർ മുഖേന അള്ളാഹു തന്റെ സ്വഭാവങ്ങൾ പ്രകടമാക്കുന്നു. വിശന്നവരും ദാഹിക്കുന്നവരുമായി അവരെ കണ്ടുകൊണ്ട് അവർക്ക് തന്റെ പ്രത്യേക ഉറവയിൽ നിന്നും ജീവജലം കുടിക്കാൻ നൽകുന്നു. പറയുന്നു, ദൈവസാമീപ്യത്തെക്കുറിച്ച് ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു ഒരിക്കലും വഞ്ചനയിൽ അകപ്പെടുകയില്ല. മത്സ്യത്തെപ്പോലെ അവന്റെ സ്നേഹത്തിന്റെ നദിയിൽ എപ്പോഴും പ്രകൃത്യാ തന്നെ നീന്തി തുടിക്കുന്നവരെയും അവന്റേതായി തീർന്നവരെയുമാണ് തന്റെ സാമീപ്യത്താൽ അവൻ അനുഗ്രഹിക്കുന്നത്. അവർ അവനോടുള്ള അനുസരണത്തിൽ തങ്ങളെ സമർപ്പിക്കുന്നു. അതിനാൽ ഒരു സത്യവാനായ വ്യക്തി ഇങ്ങനെ പറയുകയില്ല, അള്ളാഹു അല്ലാത്ത സകലതും അശുദ്ധമാണ്, ആരും ഒരിക്കലും വിശുദ്ധി കൈവരിച്ചിട്ടില്ല, കൈവരിക്കുകയുമില്ല. അതായത് അള്ളാഹു തന്റെ ദാസരെ വ്യർത്ഥമായി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നവർ പറയുന്നു. എന്നാൽ യഥാർത്ഥ ജ്ഞാനത്താലും അറിവിനാലും പറയുന്നത് ഇപ്രകാരമായിരിക്കും, മനുഷ്യൻ ജാതിയിൽ പ്രാരംഭം മുതൽ തന്നെ അള്ളാഹുവിന്റെ നടപടിച്ചട്ടം എന്നത് അവനെ സ്നേഹിക്കുന്നവരെ അവൻ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥ വിശുദ്ധിയും വിശുദ്ധിയുടെ ഉറവിടവും അള്ളാഹു തന്നെയാണ്. ദിക്റും ഇബാദത്തും ചെയ്യുകയും അവനോടുള്ള സ്നേഹത്തിൽ അവനെ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു തന്റെ ഗുണങ്ങൾ ഇടുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ യഥാർത്ഥത്തിലുള്ള ആ വിശുദ്ധിയിൽ നിന്നും ആലങ്കാരികമായി അവരും ഒരംശം കരസ്ഥമാക്കുന്നു. സൽസ്വഭാവവും നന്മയും ദൈവസാമീപ്യവും കരസ്ഥമാക്കാനുള്ള വസീലയും മാതൃകയും അധ്യാപനവും അള്ളാഹു നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും അനുധാപനം ചെയ്യുക എന്നതാണ്. ഇത് സംബന്ധമായി പറയുന്നു, ആത്മീയമായ ഒരു പദവി പോലും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ മനുഷ്യന് ഒരിക്കലും ലഭിക്കില്ല എന്നതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ടല്ലേ ആത്മീയതയുടെ ഉന്നത പദവികൾ പ്രവാചക നേതാവായ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ മനുഷ്യന് ലഭിക്കുക. ശ്രേഷ്ഠതയുടെയും മഹത്വത്തിന്റെയും എല്ലാ സ്ഥാനവും ആദരവിന്റെയും ദൈവസാമീപ്യത്തിന്റെയും എല്ലാ പദവികളും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും തികവാർന്ന നിലയിൽ പിൻപറ്റാതെ ലഭിക്കുകയേ ഇല്ല. मुकाम इज्जत और मुकाम इज्जत और कुर्ब का वजूद सच्ची और कामल मुताबियत अपने नबी सल्लल्लाहु अलैहि वसल्लम के നമുക്ക് ലഭിക്കുന്ന പദവികളെല്ലാം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന തിരുനബിയുടെ തണലിലാണ് ലഭിക്കുന്നത്. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണമെന്നും ദൈവസാമീപ്യത്തിൽ ഒരു മുസ്ലിം ഏത് പദവി വരെ ഉയരണം എന്നിവയെക്കുറിച്ച് ആ മഹാത്മാവ് പറയുന്നു. ഇസ്ലാമിന്റെ പൊരുൾ ഇതാണ്: ഒരു ബലിയാടിനെ പോലെ അള്ളാഹുവിന് മുമ്പിൽ തന്റെ കഴുത്ത് നീട്ടിക്കൊടുക്കുക, തന്റെ ഉദ്ദേശങ്ങളെയെല്ലാം വിസ്മരിക്കുക, അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളിലും തൃപ്തിയിലും മുഴുകുക, ദൈവത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ട് തന്നിൽ ഒരു മരണം വരിക്കുക, അവനോടുള്ള വ്യക്തിസ്നേഹത്താൽ അവന്റെ നിറം സ്വായത്തമാക്കിക്കൊണ്ട് സ്നേഹാവേശത്താൽ ഒന്നുകൊണ്ട് മാത്രം അവനെ അനുസരിക്കുക, അതല്ലാതെ മറ്റു ലക്ഷ്യമൊന്നും ഉണ്ടാകരുത്, അവനോടുകൂടെ മാത്രം കാണുന്ന
और ऐसे कान നേത്രങ്ങൾ കരസ്ഥമാക്കുക, അവനോടുകൂടെ കേൾക്കുന്ന ചെവികൾ കരസ്ഥമാക്കുക, അവനിലേക്ക് സമ്പൂർണമായി കുനിഞ്ഞിരിക്കുന്ന ഹൃദയം കരസ്ഥമാക്കുക, അവൻ പറയുമ്പോൾ മാത്രം സംസാരിക്കുന്ന നാവ് കരസ്ഥമാക്കുകയും ചെയ്യുക. ഈ ഒരു സ്ഥാനത്തെത്തിയാൽ ആത്മീയ യാത്രയും അവസാനിക്കുന്നു. മനുഷ്യന്റെ ശക്തികൾ अपने जिम्मे का तमाम काम തന്നെ ഏൽപ്പിച്ച എല്ലാ ജോലികളും ചെയ്തു തീർക്കുകയും ചെയ്യുന്നു. तौर पर ആത്മീയ യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ പ്രാപിക്കാനായി മനുഷ്യൻ തന്നിൽ എല്ലാവിധ പ്രയാസങ്ങളും സഹിക്കുക എന്നതാണ്. അതിനാണ് സലൂക്ക് എന്ന് ഉറുദുവിൽ പറയുന്നത്. फिर फरमाया പറയുന്നു, മനുഷ്യന്റെ पर मौत वाले ദേഹേച്ഛകളിൽ സമ്പൂർണമായ മരണം വരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ജീവൻ തുടിക്കുന്ന വചനങ്ങളാലും മിന്നിത്തിളങ്ങുന്ന പ്രകാശങ്ങളാലും അവന് പുതിയൊരു ജീവൻ നൽകുന്നു. മാധുര്യമൂറുന്ന ദൈവിക ഭാഷണത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടുന്നു. അതിസൂക്ഷ്മമായ പ്രകാശങ്ങൾ ബുദ്ധിക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്തതും കണ്ണുകൾക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ചെന്നെത്താൻ കഴിയാത്തതുമായത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടുത്തേക്ക് സ്വയം വരുന്നു. അള്ളാഹു പറയുന്നു, നഹ്നു അക്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാടിയേക്കാളും നാം അടുത്താണ്. ऐसा ही वो अपने कुर्ब അങ്ങനെ അവൻ തന്റെ സമീപത്താൽ തന്നിൽ ലയിച്ച മനുഷ്യനെ അനുഗ്രഹിക്കുന്നു. वो वक्त आता है അപ്പോൾ ആ വ്യക്തിയുടെ दूर होकर आंखें रोशन हो जाती हैं। അന്ധത ഇല്ലാതായി തീരുന്നു, കണ്ണുകൾ തെളിഞ്ഞു വരുന്ന സമയം വരുന്നു. അങ്ങനെ മനുഷ്യൻ ആ പുതിയ കണ്ണുകളെ കൊണ്ട് ദൈവത്തെ കാണുന്നു, അവന്റെ ശബ്ദം കേൾക്കുന്നു, അവന്റെ പ്രകാശത്തിന്റെ പുതപ്പിൽ താൻ പുതപ്പിക്കപ്പെട്ടതുപോലെ അവന് തോന്നുന്നു. അപ്പോൾ മതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നു. മനുഷ്യൻ തന്റെ ദൈവത്തെ കണ്ടുകൊണ്ട് ഭൗതികതയുടെ അന്ധമായ വസ്ത്രം ഊരിക്കളഞ്ഞ് പ്രകാശത്തിന്റെ വസ്ത്രം ധരിക്കുന്നു. जो गंदी जिंदगी है മോശമായ ജീവിതം पहना हुआ है, गंदगी ആ വസ്ത്രം അവൻ ഊരിക്കളയുന്നു. അങ്ങനെ പ്രകാശത്തിന് പുതിയ വസ്ത്രം ധരിക്കുന്നു. जब अल्लाह ताला का इतना कुर्ब हासिल हो जाए അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുമ്പോൾ അങ്ങനെ അവൻ പ്രകാശത്തിന്റെ ഒരു വസ്ത്രം ധരിക്കുന്നു. അത് പൂർണ്ണമായും പ്രകാശത്താൽ പ്രശോഭിതമായിരിക്കും. വാഗ്ദാനം ഒന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടോ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടോ ദൈവത്തിന്റെ ദർശനത്തെയും സ്വർഗത്തെയും കാത്തിരിക്കുകയല്ല അവൻ ചെയ്യുക. മറിച്ച് ഇവിടെ ഈ ലോകത്ത് വെച്ച് തന്നെ ദർശനവും സംസാരവും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും അവന് ലഭിക്കുന്നു. ഇസ്തിഗ്ഫാറിന്റെ രണ്ട് വശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇസ്തിഗ്ഫാർ മുഖേന വിശ്വാസത്തിന്റെ വേര് ശക്തിപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ ഇത് രണ്ട് അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. ഒന്ന്, തന്റെ ഹൃദയം खुदा की मोहब्बत അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ശക്തിപ്പെടുത്തി വേറിട്ട് നിൽക്കുമ്പോൾ തലപൊക്കി വരുന്ന തിന്മകൾ ഉണ്ടാകുന്നതിന് അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തടയുക, അള്ളാഹുവിൽ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടുക. ഈ ഇസ്തിഗ്ഫാർ ദൈവസാമീപ്യം കരസ്ഥമാക്കിയവരുടേതാണ്. ഇവിടെ ഇസ്തിഗ്ഫാർ എന്നത് അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക എന്നതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ മനുഷ്യൻ ശക്തി പ്രാപിച്ചു വരുന്നതാണ്. अल्लाह ताला की मोहब्बत में मजबूत होता चले जाए इंसान। ये इस्तिग़फ़ार तो मुकर्रबों का है। ഇത് ദൈവസാമീപ്യം ലഭിച്ചവരുടെ ഇസ്തിഗ്ഫാറാണ്. അവർ ഒരു നിമിഷ നേരം പോലും ദൈവത്തിൽ നിന്നും അകന്നു കഴിയുക എന്നത് തങ്ങളുടെ നാശമായി കരുതുന്നു. അതുകൊണ്ടാണ് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. वही हो जाएगी हमारी, इसलिए इस्तिग़फ़ार करते हैं। അള്ളാഹു ഇത് കാരണം എപ്പോഴും തന്റെ സ്നേഹവലയത്തിൽ അവരെ ये है വെക്കട്ടെ എന്നവർ ആഗ്രഹിക്കുന്നു. ഇസ്തിഗ്ഫാറിന്റെ രണ്ടാമത്തെ തരം തിന്മയിൽ നിന്നും മുക്തി കൈവരിച്ച് അള്ളാഹുവിലേക്ക് ഓടുക. വൃക്ഷം ഭൂമിയിൽ ആണ്ടിറങ്ങുന്നത് പോലെ ഹൃദയം ദൈവപ്രേമത്തിന്റെ തടവറയിൽ അകപ്പെടുന്നതിനായി പരിശ്രമിക്കുക. അങ്ങനെ വിശുദ്ധ പുഷ്ടി കൈവരിച്ച് തിന്മ മുഖേനയുള്ള ഉണക്കത്തിൽ നിന്നും നാശത്തിൽ നിന്നും മോചനം കരസ്ഥമാക്കുകയും ചെയ്യുക. ഈ രണ്ട് അവസ്ഥകളെയും ഇസ്തിഗ്ഫാർ എന്നാണ് പറയുന്നത്. അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള വിവിധ പദവികളുണ്ടെന്ന് വിശദീകരിക്കുന്നു. അതിൽ അള്ളാഹുവിന്റെ സാമീപ്യമാണ് ഏറ്റവും ഉന്നതമായ പദവി. അതിലൂടെയാണ് അള്ളാഹുവിനെ ശരിയായ രീതിയിൽ അറിയാൻ കഴിയുക. അതിനാൽ ഞാൻ സത്യസ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു, കശ്ഫ് എനിക്ക് ഉണ്ടായി, ഇൽഹാം ലഭിച്ചു എന്നീ കാര്യങ്ങളിൽ മാത്രം സന്തോഷിക്കാതിരിക്കുക. ഇൽഹാം ബല്ലഗമിനും ഉണ്ടായിരുന്നു, എന്നിട്ടും അയാൾക്ക് അടിതെറ്റി. അതിനാൽ ദൈവസാമീപ്യം കരസ്ഥമാക്കാനാണ് പ്രയത്നിക്കേണ്ടത്. ദൈവസാമീപ്യം കരസ്ഥമാകുന്നത് ദൈവസായുജ്യം കരസ്ഥമാക്കിയവരുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ്. അവരെ അള്ളാഹു നിരന്തരമായി തന്റെ പ്രകാശത്താൽ അനുഗ്രഹിക്കുന്നു.
ദൈവപ്രീതി ആയിരിക്കണം അപ്പോൾ ദാസന്റെ പൂർണ്ണ ലക്ഷ്യം. उसको फैज़याब फरमाता रहता है और खुदा ताला की रजा बंदे का मकसूद हो जाती है. फिर फरमाते हैं ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, जैसे कि അള്ളാഹു പ്രകാശമാണ്. അവൻ പറയുന്നു, അള്ളാഹു നൂറുസ് സമാവാതി വൽ അർള്. ആരാണോ ഈ പ്രകാശത്തിന്റെ അനിവാര്യതകൾ നോക്കുന്നത് അവർ ദൂരെ നിന്ന് പുക കാണുന്ന വ്യക്തിയെപ്പോലെയാണ്. അയാൾ അഗ്നിയുടെ പ്രകാശം കാണുന്നില്ല. അതിനാൽ ആ പ്രകാശത്തിന്റെ ഗുണങ്ങളിൽ നിന്നും ഫലമെടുക്കാൻ അയാൾക്ക് കഴിയില്ല. रोशनी की फवायद तो പ്രകാശത്തിന്റെ ഗുണങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിയിൽ ലയിക്കുമ്പോഴാണ് ലഭിക്കുക. फरमाया कि और नीज इसकी മാനുഷികമായ അഴുക്കുകളെ കത്തിച്ച് ചാമ്പലാക്കുന്ന അതിന്റെ ചൂടിൽ നിന്നും അവനെ അകറ്റി നിർത്തുന്നു. जो बशरी അതിനാൽ की को जलाती है या इंसान के बशरी तकाजे होने के जो गान മനുഷ്യന്റെ വ്യക്തിപരമായിരിക്കുന്ന അശ്ലീലങ്ങളെ, അഴുക്കുകളെ അത് കഴുകിക്കളയുന്ന से भी महरूम ആ ചൂട് അത് അവന് ലഭിക്കുന്നില്ല. इन गंदों को जलाती है. ഈ തിന്മകളെ കത്തിച്ചു കളയുന്ന തീ അവന് ലഭിക്കുകയില്ല. അവൻ പുക മാത്രമാണ് കാണുന്നത്. माकूली दलाइल അതിനാൽ പ്രാമാണികവും ബുദ്ധിപരവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽഹാമുകൾ മുഖേന അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ या ऐसे लोग തെളിവുകൾ കണ്ടെത്തുന്നവർ ഭൗതിക പണ്ഡിതരും യുക്തിവാദികളും പോലെ, അതേപോലെ തങ്ങളുടെ ആത്മീയ ശക്തികളായ കശ്ഫിന്റെയും സ്വപ്ന ദർശനത്തിന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നവർ, ഇവരെല്ലാം ദൈവസാമീപ്യത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും അകറ്റപ്പെടുന്നവരാണ്. अकली दलाइल भी हैं അതായത് ബുദ്ധിപരമായ തെളിവുകൾ, പ്രാമാണികമായ തെളിവുകൾ, खुदा ताला ചിലർക്ക് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽഹാമുകൾ ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അള്ളാഹു ഉണ്ട് എന്നുള്ള ആ ഒരു ദൃഢജ്ഞാനം അവർക്കുണ്ടാകുന്നു. ഏതെങ്കിലും കാര്യത്തിൽ അവര് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരായി മാറുന്നു. उनकी അതുമല്ലെങ്കിൽ हद तक है ചില യുക്തിവാദികൾ कशफ അവര് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു. ചിലർക്ക് കശ്ഫും ദർശനവും കാണാനുള്ള പ്രകൃതിദത്തമായ കഴിവുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ആ സാമീപ്യം അവർക്ക് ലഭിക്കുകയില്ല. इंसान की मानंद हैं അവരുടെ ഉദാഹരണം का धुआं देखता है ദൂരെ നിന്ന് പുക മാത്രം കാണുന്നവരെ പോലെയാണ്. എന്നാൽ അവർ അഗ്നിയുടെ ആ പ്രകാശം കാണാത്തവരാണ്. यकीन कर लेते പുകയെ കണ്ട് അവിടെ തീ ഉണ്ടെന്ന് അവർ അനുമാനിക്കുന്നു. कुर्ब के मदारिज की मजीद वजाहत ദൈവസാമീപ്യത്തിന്റെ പദവികളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, मदारिज कुर्ब ദൈവസാമീപ്യത്തിന്റെ പദവിയും അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ ശ്രേണിയും വ്യത്യസ്തമാണ്. कुर्ब और ताल्लुक के दर्जे जो अल्लाह ताला से मिलने के हैं वो मुख्तलिफ हैं. इसलिए एक शख्स बावजूद खुदा का मुकर्रब होने के जब ऐसे शख्स से मुकाबला करता है അതിനാൽ ഒരാൾ അള്ളാഹുവിന്റെ സമീപസ്ഥനാണെങ്കിൽ പോലും ആ വ്യക്തി ദൈവസാമീപ്യത്തിലും ബന്ധത്തിലും തന്നെക്കാളും ഉന്നത പദവിയിലുള്ള വ്യക്തിയെ നേരിടുകയാണെങ്കിൽ അവസാന ഫലം എന്നത് സാമീപ്യത്തിലും ബന്ധത്തിലും താഴ്ന്ന നിലയിലുള്ള വ്യക്തി നാശമടയുക മാത്രമല്ല ചെയ്യുക, അവിശ്വാസിയായി മരിക്കുന്നതാണ്. മൂസക്കെതിരിൽ ബൽഗം ബാഗൂറിന്റെ അവസ്ഥ ആയതുപോലെ ആയിരിക്കും അവരുടേതും. और आपने फरमाया कि इस कुर्ब का मुकाम का जो सबसे आला दर्जा है वो हजरत ദൈവസാമീപ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാണ്. ഈ കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റിയതിന്റെ ഫലമായി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഈ സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. ഇന്ന് ഇക്കാലത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ സാമീപ്യത്തെ അന്വേഷിച്ചാൽ അവരുടെ പര്യവസാനം ബൽഗമിനെ പോലെയായിരിക്കും. फिर आपने ये फरमाया അള്ളാഹുവിന്റെ സാമീപ്യം का कुर्ब വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്നതിലൂടെയാണ് ലഭിക്കുക എന്നും പറയുകയുണ്ടായി. पाने वाले के लिए അങ്ങനെയുള്ള സാമീപ്യം കരസ്ഥമാക്കുന്നവർക്കായി അവൻ അടയാളങ്ങൾ പ്രകടമാക്കുകയും ചെയ്യുന്നു. വെറും വാചക കസർത്തുകളായിരിക്കുകയില്ല. हर एक പറയുന്നു, വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അനുസാരിയെ നേരിടുന്ന ഓരോ വ്യക്തിയിലും അള്ളാഹു അതിഭീകരമായ അടയാളങ്ങൾ പ്രകടമാക്കുകയും उस बंदे അള്ളാഹു തന്റെ വചനങ്ങളെ പിൻപറ്റുന്നവരുടെ കൂടെയാണെന്ന് തെളിയിച്ചു കാട്ടുകയും ചെയ്യുന്നു. पर जाहिर किया और उसकी मौत ऐसी हालत में हुई
അവൻ ലേഖ്രാമിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ അയാളുടെ മരണം വന്നത് അയാളുടെ മരണം മുഖേന ഇസ്ലാമിന്റെ സത്യത്തിന് അള്ളാഹു സാക്ഷ്യമുദ്ര പതിപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു. ചുരുക്കത്തിൽ അള്ളാഹു തന്റെ സജീവമായ പ്രവർത്തികൾ മുഖേന വിശുദ്ധ ഖുർആനെ പിൻപറ്റുന്നവരെ വലിച്ചടുപ്പിച്ചുകൊണ്ട് സാമീപ്യത്തിന്റെ ഉന്നത ഗോപുരത്തിൽ എത്തിക്കുന്നു. പറയുന്നു, ഓർമ്മ വെക്കേണ്ട ഒരു കാര്യം ഇതാകുന്നു, ഓരോ കാര്യത്തിനും ലാഭമുണ്ട്. ലോകത്ത് നോക്കുക, ഉന്നത സസ്യങ്ങൾ മുതൽ കീടങ്ങളും എന്തിന് എലികൾ വരെയും മനുഷ്യന് ഗുണമുള്ളതാണ്. ഈ വസ്തുക്കളെല്ലാം അത് ഭൗതികമാണെങ്കിലും ആകാശീയമാണെങ്കിലും അള്ളാഹുവിന്റെ സിഫത്തുകളുടെ പ്രതിബിംബങ്ങളും അടയാളങ്ങളുമാണ്. സിഫത്തുകളിൽ ഗുണം മാത്രമാണെന്നിരിക്കെ അവന്റെ അസ്തിത്വത്തിൽ എന്തുമാത്രം ഗുണവും മേന്മയുമായിരിക്കും ഉണ്ടാകുക എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ വസ്തുക്കളിൽ നിന്ന് ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. അത് നമ്മുടെ തെറ്റും അറിവില്ലായ്മയും കാരണമാണ്. അതല്ലാതെ ആ വസ്തുക്കളുടെ സൃഷ്ടിപ്പിൽ തന്നെ തിന്മകൾ മാത്രം വെച്ചതുകൊണ്ടല്ല. അവയിൽ അപകടങ്ങൾ അല്ലാതെ മറ്റൊന്നുമില്ല എന്നല്ല. അല്ല, മനുഷ്യന്റെ അറിവില്ലായ്മയും അപാകതയും കാരണമാണ് അത് മുഖേന നഷ്ടം വരുന്നത്. ഇതേപോലെ അള്ളാഹുവിന്റെ ചില ഗുണങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെട്ടു പോകുന്നു. അതല്ലാതെ അള്ളാഹു സമ്പൂർണ്ണ കാരുണ്യവും അനുഗ്രഹവുമാണ്. ലോകത്ത് പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ദുഃഖം വരുന്നതിനുമുള്ള ഏക രഹസ്യം എന്നത് നാം നമ്മുടെ കരങ്ങളാലും തെറ്റായ അറിവ് കാരണത്താലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അകപ്പെടുന്നു. അതിനാൽ അള്ളാഹുവിന്റെ ഗുണങ്ങളുടെ കണ്ണിന്റെ പ്രകാശത്താൽ അവൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നവനും പ്രയോജനം നൽകുന്നവനും ആണെന്ന് അറിയുന്നു. ഈ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ അവന്റെ ഏറ്റവും അടുത്തുള്ളവനും സാമീപ്യം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നവരുമാണ്. ഈ പദവി ലഭിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ അവർ സ്ഥാനം പിടിക്കുന്നു. മുത്തഖി അള്ളാഹുവിന്റെ സമീപത്തേക്ക് അടുക്കുന്നതനുസരിച്ച് ഒരു നേർമാർഗ പ്രകാശം അവന് ലഭിക്കുന്നു. അത് അവന്റെ അറിവിലും ബുദ്ധിയിലും പ്രത്യേക പ്രകാശം പ്രസരിപ്പിക്കുന്നു. അവൻ അള്ളാഹുവിൽ നിന്നും അകലുന്നതനുസരിച്ച് നശിപ്പിച്ചു കളയുന്ന അന്ധകാരം അവന്റെ ബുദ്ധിയെയും മസ്തിഷ്കത്തെയും കീഴ്പ്പെടുത്തുന്നു. ഏതുവരെ എന്നാൽ അവൻ സുമ്മും ബുക്കുമും ഉമ്മിയും ഫഹും ലാ യർജൂൻ എന്ന അവസ്ഥയിൽ എത്തി നിന്ദതയുടെയും നാശത്തിന്റെയും ആപത്തിൽ ആപതിക്കുന്നു. എന്നാൽ ഇതിനെതിരിൽ പ്രകടനത്താലും ദൈവ പ്രകാശത്താലും ദൈവ വെളിച്ചത്താലും വിഭൂഷിതനായ മനുഷ്യൻ ഉന്നതമായ സംതൃപ്തിയും അഭിമാനവും കരസ്ഥമാക്കുന്നു. അള്ളാഹു പറയുന്നു, യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ. സംതൃപ്തി കൈവരിച്ച ആത്മാവെ, നിന്റെ നാഥനിലേക്ക് തിരിഞ്ഞു വരിക, അവനെ ഇഷ്ടപ്പെട്ടും അവൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലും. പറയുന്നു, പൂർണ്ണ സംതൃപ്തി കൈവരിച്ച ആത്മാവെ, ഈ സംതൃപ്തി ദൈവത്തിലാണ് കണ്ടെത്തിയത്. ഇതിനെ ഇപ്രകാരം വിശദീകരിക്കുന്നു: ചിലർ സർക്കാരിനോട് ചില ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് തൃപ്തരാകുന്നു. ചിലരുടെ സംതൃപ്തി അവരുടെ മക്കളും കുടുംബങ്ങളും ചുറ്റുപാടുമുള്ളവരായിരിക്കും. എന്നാൽ ഇവയെല്ലാം പൂർണ്ണ സംതൃപ്തി നൽകുന്നതല്ല. ദാഹം തീരാത്ത രോഗിയെപ്പോലെ ഇവർ ബാഹ്യമായി ഇവരിൽ നിന്നെല്ലാം സംതൃപ്തി കൈവരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ദാഹം വർദ്ധിക്കുകയാണ് ചെയ്യുക. പൂർണ്ണ സംതൃപ്തി കൈവരുന്നില്ല. അവസാനം മനുഷ്യനെ ഈ രോഗം നശിപ്പിച്ചു കളയുന്നു. എന്നാൽ അള്ളാഹു പറയുന്നത്, ഏതൊരു ദാസൻ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിക്കൊണ്ട് ഇതിൽ തൃപ്തി കൈവരിച്ചുവോ, അവരുടെ പക്കൽ അനന്തമായ സമ്പത്തുണ്ടെങ്കിൽ തന്നെയും അവയ്ക്ക് അള്ളാഹുവിന് പകരം ഒരു വിലയും അവർ കൽപ്പിക്കുകയില്ല. അവരുടെ ലക്ഷ്യം ദുനിയാവ് ആയിരിക്കുകയില്ല. അവർ യഥാർത്ഥ സംതൃപ്തി അന്വേഷിച്ചു കൊണ്ടിരിക്കും. അത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിലാണ് ലഭിക്കുക.
അള്ളാഹുവിന്റെ സാമീപ്യത്തിലും അവനോടുള്ള സ്നേഹത്തിലുമാണ് എല്ലാ സംതൃപ്തിയും അടങ്ങിയിരിക്കുന്നത് की तरफ झुके എന്ന് ആ മഹാത്മാവ് മനസ്സിലാക്കി തരുന്നു. और इस जहन्नम അവനെ വിട്ട് ഭൗതികതയിലേക്ക് കുമ്പിട്ടാൽ ഇത് നരകജീവിതമാണ്. ഈ നരകജീവിതത്തെക്കുറിച്ച് അവസാനം ഓരോ വ്യക്തിയും അറിയുന്നതാണ്. അത് അറിയുന്നത് ഭൗതികമായ എല്ലാ വസ്തുക്കളും സാധന സാമഗ്രികളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് മരിക്കാൻ പോകുമ്പോഴാണ്. ലോകം നരകമാണെന്ന് എപ്പോഴെങ്കിലും അവൻ അറിയുന്നതാണ്. അത് മരിക്കുന്ന സമയത്താണെങ്കിലും അറിയും എന്നുള്ളത് ശരിയാണ്. പറയുന്നു, कि आला दर्जे की खुशी ഉന്നതമായ ആനന്ദാനുഭൂതി ദൈവത്തിലാണ് ലഭിക്കുക. അതിനേക്കാളും ഉപരിയായ ആനന്ദം ലഭിക്കാനില്ല. ജന്നത്ത് മൂടിയിരിക്കുന്നതിനെയാണ് പറയുക. ജന്നത്തിന് ജന്നത്ത് എന്ന് പറയാൻ കാരണം അത് അനുഗ്രഹങ്ങളാൽ മൂടപ്പെട്ടതാണ്. യഥാർത്ഥ ജന്നത്ത് ദൈവമാകുന്നു. യഥാർത്ഥ സ്വർഗം ദൈവമാകുന്നു. आजम तरीन इनाम പരാജയം അവിടെ ദർശിക്കുകയില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവി റിളുവാനും മിനല്ലാഹി അക്ബർ എന്ന് വെച്ചിരിക്കുന്നത്. इंसान की മനുഷ്യൻ എന്ന നിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖത്തിലും പരാജയത്തിലും അകപ്പെടുന്നു. എന്നാൽ ദൈവസാമീപ്യം കരസ്ഥമാക്കുന്നതനുസരിച്ച് അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ തന്നെ ഉൾക്കൊള്ളിക്കുമ്പോൾ അതനുസരിച്ച് സുഖവും ആരാമവും അവന് ലഭിക്കുന്നു. ദൈവസാമീപ്യം ലഭിക്കുന്നതനുസരിച്ച് തീർച്ചയായും से हिस्सा लेगा। അത്ര കണ്ട് ദൈവിക അനുഗ്രഹങ്ങളിൽ പങ്കാളികളാകുന്നതാണ്. റഫ എന്നതിന്റെ അർത്ഥം ഇതിലേക്കാണ് സൂചന നൽകുന്നത്. पाने की कोशिश करने वालों के अंजाम ദൈവസാമീപ്യം കരസ്ഥമാക്കാനായി कि जो शख्स अपने वजूद को പ്രയത്നിക്കുന്നവരുടെ പര്യവസാനത്തെക്കുറിച്ച് പറയുന്നു. ആരാണോ തന്നെ ദൈവസമക്ഷം സമർപ്പിക്കുന്നത്, തന്റെ ജീവിതം അവന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നത്, നന്മ ചെയ്യുന്നതിൽ മുൻകടക്കുകയും ചെയ്യുന്നത് അവർക്ക് ദൈവസാമീപ്യമാകുന്ന നീരുറവയിൽ നിന്നും പ്രതിഫലം കരസ്ഥമാക്കുന്നതാണ്. അവരിൽ ഒരുവിധ ഭയമോ ദുഃഖമോ ഉണ്ടായിരിക്കുകയില്ല. ആരാണോ തന്റെ സർവശക്തിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി മാത്രം തന്റെ വാക്കും പ്രവൃത്തിയും हकीकी नेकी के बजाय लाने में सरगर्म അനക്കവും അടക്കവും ജീവിതം മുഴുവനും ആക്കി തീർക്കുന്നത്, യഥാർത്ഥ നന്മ ചെയ്യുന്നതിൽ ആവേശം കാണുകയും ചെയ്യുന്നത് അവർക്ക് അള്ളാഹു തന്റെ പക്കൽ നിന്ന് പ്രതിഫലം നൽകുന്നതാണ്. ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ദൈവസാമീപ്യത്തിനുള്ള ഒരു മാർഗം ദുആ. ഇതിനെക്കുറിച്ച് പറയുന്നു, ദുആയുടെ ഉദാഹരണം ഒരു ശുദ്ധമായ നീരുറവയെ പോലെയാണ്. അതിന്റെ അടുത്താണ് ഒരു വിശ്വാസി എപ്പോഴും ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ആ നീരുറവയിൽ നിന്നും അവന് പാനം ചെയ്യാവുന്നതാണ്. മത്സ്യം വെള്ളമില്ലാതെ ജീവിക്കാത്തതുപോലെ വിശ്വാസിയുടെ വെള്ളം ദുആയാണ്. അതില്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല. ഈ ദുആയുടെ ശരിയായ സ്ഥാനം നമസ്കാരമാണ്. അതിനാൽ ആനന്ദവും സംതൃപ്തിയും हकीकत में सही വിശ്വാസിക്ക് അതിലാണ് ലഭിക്കുക. फरमाया कि जिसमें वो राहत और सुरूर मोमिन को നമസ്കാരത്തിൽ ആനന്ദവും സംതൃപ്തിയും വിശ്വാസിക്ക് ലഭിക്കുന്നു. में राहत और सुरूर मोमिन ഇതിനെതിരിൽ ഒരു ദുർവൃത്തന് ഏതെങ്കിലും ദുർവൃത്തിയിൽ ലഭിക്കുന്ന സമ്പൂർണ്ണ സംതൃപ്തി जो उसे ഒന്നുമല്ല. में मुयसर आ सकता है हेच है। बड़ी बात जो दुआ में हासिल होती ദുആയിൽ ലഭിക്കുന്ന വലിയ കാര്യമെന്നത് ദൈവസാമീപ്യമാണ്. ദുആ മുഖേനയാണ് മനുഷ്യൻ ദൈവസാമീപ്യം കരസ്ഥമാക്കുന്നത്, हेचता है। അവനെ തന്നിലേക്ക് ആകർഷിക്കുന്നതും. बस कुर्बे इलाही അതിനാൽ ദൈവസാമീപ്യം കരസ്ഥമാക്കുന്നതിന് वादों का हक अदा कर നമസ്കാരത്തിന്റെ കടമ നിറവേറ്റേണ്ടതും वो हक तभी അനിവാര്യമാണ്. അത് കൃത്യമായി അള്ളാഹു പറഞ്ഞതുപോലെ അനുഷ്ഠിക്കുമ്പോഴാണ് അതിന്റെ കടമ നിറവേറ്റപ്പെടുന്നത്. फिर नमाजों और दुआओं के मयार നമസ്കാരത്തിന്റെയും ദുആയുടെയും പദവികളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യഹൃദയത്തിൽ ദൈവസാമീപ്യം കരസ്ഥമാക്കാനുള്ള ഒരു വേദന ഉണ്ടായിരിക്കേണ്ടതാണ്. അത് മുഖേന ദൈവസമക്ഷം അവൻ വിലമതിക്കപ്പെടുന്ന ഒരു വസ്തുവായിത്തീരുന്നതാണ്. ഈ വേദന അവന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ, ദുന്യാവും അതിലെ വസ്തുക്കളും ഓർത്തുള്ള വേദന മാത്രമാണെങ്കിൽ, അവസാനം കുറച്ച് അവധി ലഭിച്ചതിനു ശേഷം അവൻ നശിച്ചൊടുങ്ങുന്നതാണ്. देता है। അള്ളാഹു സാവകാശം നൽകുന്നത് അവൻ കൃപാനിധിയായതുകൊണ്ടാണ്. എന്നാൽ അവന്റെ കൃപയിൽ നിന്നും ഫലമെടുക്കാത്തവരെ അവൻ എന്ത് ചെയ്യാനാണ്? അതിനാൽ മനുഷ്യന്റെ സൗഭാഗ്യം എന്നത് അവനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം സ്ഥാപിക്കുക എന്നതിലാണ്. ആരാധനകളുടെ കേന്ദ്രം ഹൃദയമാണ്. ആരാധന നടത്തുന്നുണ്ടെങ്കിലും ഹൃദയം ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ആ ആരാധന എന്ത് ഫലമാണ് നൽകുക? അതുകൊണ്ട് ഹൃദയം പൂർണ്ണമായും അവനിലേക്ക് തിരിയേണ്ടതാണ്. നോക്കൂ, ആയിരക്കണക്കിന് പള്ളികളുണ്ട്. അതിൽ ആചാരപരമായ ആരാധനകൾ നടന്നുവരുന്നുണ്ടെന്നല്ലാതെ साजिद हैं മറ്റെന്താണ് അവിടെ ഉള്ളത്? कि इनमें रस्मी इबादत हो और क्या है
ऐसे ही हजरत सल्लल्लाहु अलैहि वसल्लम के वक्त തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യഹൂദികളുടെ അവസ്ഥയും ഇതേപോലെയായിരുന്നു. ആചാരാനുഷ്ഠാനം എന്ന നിലയിൽ അവരും ആരാധന നടത്തിയിരുന്നു. ഹൃദയത്തിന്റെ യഥാർത്ഥ ചായ്വ്, അതായത് ഇബാദത്തിന്റെ ആത്മാവ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ആരാണോ ഹൃദയ വിശുദ്ധിക്കായി പരിശ്രമിക്കാത്തത്, ആചാരമെന്ന നിലയ്ക്ക് നൂറുകണക്കിന് പ്രാവശ്യം അവർ തലകുത്തി മറിഞ്ഞാലും ഒരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. പ്രവർത്തനമാകുന്ന തോട്ടത്തിന്റെ സജീവത ഹൃദയ വിശുദ്ധി മുഖേനയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. തന്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചവനാണ് വിജയിക്കുന്നവൻ. എന്നാൽ ആരാണോ അതിനെ വിശുദ്ധീകരിക്കാത്തത്, അതിനെ മണ്ണോട് ചേർക്കുന്നത്, അധമ ജീവിതമാണ് അതിനെ ലക്ഷ്യമാക്കി വെക്കുന്നതെങ്കിൽ അവൻ പരാജയപ്പെടുന്നവനാണ്. അള്ളാഹുവിലേക്ക് വരാനായി ആയിരക്കണക്കിന് തടസ്സങ്ങളുണ്ടെന്നതിന് നമുക്ക് എതിർ അഭിപ്രായമില്ല. ഇതില്ലായിരുന്നുവെങ്കിൽ ഭൂമുഖത്ത് ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഉണ്ടാകുമായിരുന്നില്ല. എല്ലായിടത്തും മുസ്ലിങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ തടസ്സങ്ങളെ ദൂരീകരിക്കലും അള്ളാഹുവിന്റെ ഫضൽ മുഖേന മാത്രമേ സാധ്യമാവുകയുള്ളൂ. അവൻ തൗഫീഖ് നൽകിയാൽ നന്മതിന്മകൾക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കാൻ മനുഷ്യന് കഴിയുന്നതാണ്. അതിനാൽ കാര്യം അവസാനം ചെന്നെത്തുന്നത് മനുഷ്യൻ ദൈവത്തിലേക്ക് തന്നെ തിരിയുക എന്നതിലാണ്. അങ്ങനെ അവൻ ശക്തിയും കഴിവും നൽകുന്നതാണ്. ദൈവസാമീപ്യം കരസ്ഥമാക്കാനായി തൗബ ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, ഓർക്കുക, പാപം വിഷമാണ്. അത് ഭക്ഷിച്ചാൽ മനുഷ്യൻ നശിക്കുന്നതാണ്. നശിക്കുക മാത്രമല്ല, ദൈവസാമീപ്യം ലഭിക്കുന്നതിൽ നിന്നും വിദൂരപ്പെടുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹം അവന് ലഭിക്കാൻ അവൻ പ്രാപ്തനായിരിക്കില്ല. തിന്മയിൽ മുഴുകുന്നതനുസരിച്ച് ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ സാമീപ്യം മുഖേന ലഭിച്ചിരിക്കുന്ന പ്രകാശവും വെളിച്ചവും അവനിൽ നിന്നും അകലുന്നു. അന്ധകാരത്തിൽ ആപതിച്ച് നാനാഭാഗത്തു നിന്നും ആപത്തുകളാലും അപകടങ്ങളാലും വേട്ടയാടപ്പെടുന്നു. എത്രമാത്രമെന്നാൽ അപകടകാരിയായ ശൈത്താൻ അവനെ കീഴ്പ്പെടുത്തുന്നു, അങ്ങനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹ് ഒരു വസ്തു വെച്ചിട്ടുണ്ട്. മനുഷ്യൻ അതിൽ നിന്നും ഫലമെടുക്കുകയാണെങ്കിൽ ഈ നാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ആ വസ്തു എന്താണ്? അള്ളാഹുവിലേക്കുള്ള മടക്കം, അതായത് യഥാർത്ഥ തൗബ. യഥാർത്ഥ തൗബയാണ് ആ സാധനം. അള്ളാഹുവിന്റെ ഒരു നാമം തവ്വാബ് എന്നുമാണ്. അവനും മടങ്ങുന്നതാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നും അകലുന്നു, അള്ളാഹു അവനിൽ നിന്നും അകലുന്നു. തിന്മ ചെയ്യുമ്പോൾ അവൻ അള്ളാഹുവിൽ നിന്നും അകലുകയും അള്ളാഹു അവനിൽ നിന്നും അകലുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യൻ മടങ്ങുമ്പോൾ തന്റെ പാപത്തെ ഓർത്ത് ലജ്ജിക്കുകയും അങ്ങനെ അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുകയും ചെയ്യുമ്പോൾ കൃപാലുവും കാരുണ്യവാരിധിയുമായ സർവേശ്വരന്റെ കൃപ ആവേശത്തിൽ വരുന്നു. അങ്ങനെ അവൻ തന്റെ ദാസനിലേക്ക് ശ്രദ്ധിക്കുന്നു, അവനിലേക്ക് തിരിയുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഒരു നാമം തവ്വാബ് എന്ന് വെച്ചിരിക്കുന്നത്. അവനും ദാസനിലേക്ക് വരുന്നു. അതിനാൽ മനുഷ്യൻ തന്റെ നാഥനിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ കാരുണ്യത്തോടെ ദാസനിലേക്ക് തിരിയുന്നതാണ്. പറയുന്നു, ഇസ്ലാം പറയുന്ന മോക്ഷമാർഗം എന്നത് അള്ളാഹു പ്രാരംഭം മുതൽ നിശ്ചയിച്ചു വച്ചിട്ടുള്ളതാണ്. അതിതാണ് യഥാർത്ഥ വിശ്വാസത്താലും സൽപ്രവർത്തിയാലും അവന്റെ സ്നേഹത്തിൽ മുഴുകിയും അവന്റെ സാമീപ്യത്തിന്റെ സ്ഥാനം അന്വേഷിക്കുകയും ചെയ്യുക. അവന്റെ സാമീപ്യവും തൃപ്തിയും കരസ്ഥമാക്കാനായി ശ്രമിക്കുക. കാരണം എല്ലാ ശിക്ഷയും തന്നെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാലും കോപത്താലുമാണ് ലഭിക്കുന്നത്. അതിനാൽ മനുഷ്യൻ ശരിയായ തൗബ ചെയ്യുകയും ശരിയായ രീതികൾ അവലംബിക്കുകയും ശരിയായ പിൻപറ്റൽ സ്വീകരിക്കുകയും യഥാർത്ഥ തൗഹീദ് സ്വായത്തമാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സമീപത്തേക്കെത്തുക, അവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ആ ശിക്ഷ അവനിൽ നിന്നും അകറ്റപ്പെടുന്നതാണ്. ദൈവസാമീപ്യം കരസ്ഥമാക്കാനായി പൊതുവിൽ സൽപ്രവർത്തികൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, സൽപ്രവർത്തി വലിയ ഒരു അനുഗ്രഹമാണ്. സൽപ്രവർത്തി കാരണം കൃപാനിധിയായ അള്ളാഹു തൃപ്തനാകുന്നു.
ദൈവസാമീപ്യം കരസ്ഥമാവുകയും ചെയ്യുന്നു. എന്നാൽ മദ്യത്തിന്റെ അവസാന തുള്ളിയിൽ ലഹരി അടങ്ങിയിരിക്കുന്നത് പോലെ സൽപ്രവൃത്തിയുടെ അനുഗ്രഹങ്ങൾ അതിന്റെ അവസാന നന്മയിൽ ഒളിഞ്ഞിരിക്കുന്നതാണ്. അവസാനം വരെ എത്തുന്നവർ, സൽപ്രവർത്തികളെ അതിന്റെ ഔന്നിത്യത്തിൽ എത്തിക്കുകയും ചെയ്യുന്നവർ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരായിത്തീരുന്നു. എന്നാൽ സൽപ്രവർത്തികൾ വഴിക്ക് വെച്ച് വിട്ടുകളയുന്നവർ അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നില്ലെങ്കിൽ ആ അനുഗ്രഹങ്ങളിൽ നിന്നും അവൻ അകറ്റപ്പെടുന്നതാണ്. പറയുന്നു, വിശ്വാസി ശുദ്ധീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. അവനിൽ മലക്കുകളുടെ നിറം ഉണ്ടായിത്തീരുന്നതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം വർദ്ധിക്കുന്നതനുസരിച്ച് അവൻ അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുന്നു, അത് മുഖേന തൃപ്തി അടയുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഓരോരുത്തരും തന്നെ ഹൃദയാത്മന ഒന്ന് ചിന്തിക്കുക, ഈ ഒരു സ്ഥാനം അവർക്ക് കരഗതമായിട്ടുണ്ടോ? ഞാൻ സത്യമായും പറയുന്നു, നിങ്ങൾ പുറം ചട്ടയിലും തൊലിയിലും സന്തുഷ്ടരാണ്. എന്നാൽ ഇതൊന്നുമല്ല അള്ളാഹു കഴമ്പാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ പുറത്തുനിന്ന് ഇസ്ലാമിനുമേൽ വരുന്ന ആക്രമണത്തെ ചെറുക്കുക എന്നത് എന്റെ ജോലി ആയതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യവും അതിന്റെ ആത്മാവും ഉണ്ടാക്കി കൊടുക്കുക എന്നതും എന്റെ ജോലിയാണ്. പറയുന്നു, മനുഷ്യന്റെ അഭിമാനവും അവന് ലഭിക്കാനുള്ള ഏറ്റവും വലിയ അന്തസ്സും സ്ഥാനവും എന്നത് ദൈവസാമീപ്യം കരസ്ഥമാക്കുക എന്നതിലാണ്. അള്ളാഹുവിന്റെ സമീപസ്ഥനായി കഴിഞ്ഞാൽ അള്ളാഹു ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അവനിൽ വർഷിക്കുന്നു. ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അവനിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉന്മൂലനാശം വരുത്തുന്നതിനായി ഖുറൈശികൾ എന്തുമാത്രം പരിശ്രമിച്ചു. അവർ ഒരു വലിയ സമൂഹമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കും. എന്നാൽ നോക്കൂ, ആരാണ് വിജയിച്ചത്, ആരാണ് പരാജയപ്പെട്ടത്? സഹായവും പിന്തുണയും എന്നത് ദൈവസാമീപ്യം കരസ്ഥമാക്കുന്നവരുടെ വലിയ അടയാളമാണ്. നമ്മെ സാമീപ്യത്തിന്റെ ഉന്നത പദവി കരസ്ഥമാക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. പറയുന്നു, അള്ളാഹുവിന്റെ ശാപത്തെ ഓർത്ത് ഭയപ്പെടുക. അവൻ പരിശുദ്ധനും ആത്മാഭിമാനമുള്ളവനുമാണ്. ദുഷ്ടൻ ദൈവസാമീപ്യം കരസ്ഥമാക്കുകയില്ല. അഹങ്കാരി അവന്റെ സാമീപ്യം കരസ്ഥമാക്കുകയില്ല. അക്രമി അവന്റെ സാമീപ്യം കരസ്ഥമാക്കുകയില്ല. വഞ്ചകനും അവന്റെ സാമീപ്യം കരസ്ഥമാക്കുകയില്ല. അവന്റെ നാമത്തിൽ ആത്മാഭിമാനം കൊള്ളാത്തവരും അവന്റെ സാമീപ്യം കരസ്ഥമാക്കുകയില്ല. നായ്ക്കളെയും ഉറുമ്പുകളെയും കഴുകരെയും പോലെ ഭൂമിയിൽ വീഴുന്നവരും ലൗകികതയിൽ ആരാമം കൊള്ളുന്നവരും അവന്റെ സാമീപ്യം കരസ്ഥമാക്കുകയില്ല. അവിശുദ്ധമായ ഓരോ കണ്ണും അവനിൽ നിന്നും അകന്നിരിക്കുന്നു. അവിശുദ്ധമായ ഓരോ ഹൃദയവും അവനെ അറിയാത്തതാണ്. അവന് വേണ്ടി അഗ്നിയിൽ പ്രവേശിച്ചവർ അഗ്നിയിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നതാണ്. അവനു വേണ്ടി കരയുന്നവർ ചിരിക്കുന്നതാണ്. ഭൗതിക ബന്ധം അവന് വേണ്ടി വിച്ഛേദിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. നിങ്ങൾ സത്യഹൃദയത്തോടും പൂർണ്ണ സത്യസന്ധതയോടും ആവേശത്തോടും അള്ളാഹുവിന്റെ സുഹൃത്തുക്കളായി മാറുക. അവനും നിങ്ങളുടെ സുഹൃത്തായിത്തീരുന്നതാണ്. നിങ്ങളുടെ കീഴിലുള്ളവരോടും നിങ്ങളുടെ ഭാര്യമാരോടും പാവങ്ങളായ നിങ്ങളുടെ സഹോദരങ്ങളോടും നിങ്ങൾ കരുണ ചെയ്യുക. ആകാശത്ത് നിന്ന് നിങ്ങളിലും കരുണ ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ ശരിയായ അർത്ഥത്തിൽ അവന്റേതായിത്തീരുക, എന്നാൽ അവനും നിങ്ങളുടേതായിത്തീരുന്നതാണ്. തന്റെ സമീപസ്ഥർക്കായി അള്ളാഹു തന്റെ അഭിമാനം ഏത് രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നു. നിന്ദയുടെയും ഉപദ്രവത്തിന്റെയും പ്രവൃത്തി പൂർണ്ണതയിൽ എത്തിക്കഴിയുകയും അള്ളാഹുവിന്റെ ഇംഗിതത്തിലുണ്ടാകുന്ന പരീക്ഷണം അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതായത് നിന്ദയുടെ ആ അവസ്ഥ പരിപൂർണതയിൽ എത്തിക്കഴിഞ്ഞാൽ, തന്റെ സുഹൃത്തുക്കൾക്കായി അള്ളാഹു തന്റെ ആത്മാഭിമാനം പ്രകടിപ്പിക്കുന്നു. അള്ളാഹു അവരിലേക്ക് നോക്കുന്നു. അവരെ മർദ്ദിതരായി കാണുന്നു. അവർ പീഡിപ്പിക്കപ്പെട്ടതായി അവൻ കാണുന്നു. അവർ ആക്ഷേപിക്കപ്പെടുകയുണ്ടായി. അന്യായമായി കാഫിർ എന്ന് മുദ്ര കുത്തപ്പെടുകയുണ്ടായി. അക്രമികളുടെ കരങ്ങളാൽ ദുഃഖം സഹിക്കുകയുണ്ടായി. അപ്പോൾ തന്റെ സുന്നത്ത് അവർക്കായി നടപ്പിലാക്കുന്നതിനു വേണ്ടി, തന്റെ കാരുണ്യം അവരെ കാണിക്കാൻ, തന്റെ സത്യദാസരെ സഹായിക്കാൻ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിലേക്ക് പൂർണ്ണമായും തിരിയുന്നതിനായി തന്റെ ദാസരുടെ ഹൃദയത്തിൽ അവൻ ആ വികാരം ഇടുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും
അവന്റെ സവിധത്തിൽ വിലപിക്കുന്നവരായി അവർ മാറുന്നു. को शेरों और पलंगों की ग़िज़ा कर देता है, शेरों और चीतों की ग़िज़ा कर देता है. और इसी तरह അവന്റെ വരിഷ്ഠദാസർക്കുള്ള സനാതനമായ നിയമമാണിത്. അവസാനം बरकत दिए जाते हैं. സമ്പത്തും സഹായവും അവർക്കായി നൽകുന്നു. അള്ളാഹു അവരുടെ ശത്രുക്കളായ സിംഹങ്ങളെയും പുലികളെയും നശിപ്പിക്കുന്നു. इसमें कोई शक नहीं. മുഖ്ലിസീങ്ങളോട് ഈ രീതിയിലാണ് അള്ളാഹു പെരുമാറുന്നത്. അവർ പാഴായി പോവുകയില്ല, അവർക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നു, അവർ അവഹേളിക്കപ്പെടുകയില്ല, ആദരിക്കപ്പെടുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പവും അള്ളാഹുവിന്റെ ഈ സുന്നത്ത് നാം കണ്ടതാണ്. ശത്രുക്കളെ അവൻ നിന്ദ്യനും നികൃഷ്ടനുമാക്കി മാറ്റി. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പലപ്പോഴായി ഇത് കണ്ടതാണ്. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ നാടുകളിൽ അഹമ്മദിയത്തിന്റെ ശത്രുക്കളുടെ നാശം നാം കണ്ടതാണ്. അതുകൊണ്ട് ഇന്നും ഈ കാഴ്ച കാണുന്നു. ഞാൻ വീണ്ടും ജമാഅത്തങ്ങളോടും പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ അഹമ്മദികളോടും പറയാൻ ആഗ്രഹിക്കുന്നത്, അഹമ്മദിയത്തിന്റെ എതിരാളികൾക്കെതിരിൽ അള്ളാഹുവിന്റെ ലാത്തി വീശുന്നതാണ്. തീർച്ചയായും അത് വീശുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിന്റെ ചെറിയ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ വളരെ വിശാലമായ രീതിയിൽ ഈ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ താമസിക്കുന്ന ഓരോ അഹമ്മദിയും, പാകിസ്ഥാനുമായി ബന്ധം വെച്ചു പുലർത്തുന്ന ഓരോ അഹമ്മദിയും അള്ളാഹുമായുള്ള ബന്ധത്തിലും സാമീപ്യം കരസ്ഥമാക്കുന്നതിലും മുൻകടക്കേണ്ട ആവശ്യമാണുള്ളത്. ഭൗതികതയെ പിൻപുറം തള്ളുക, അള്ളാഹുവിന്റെ സമീപത്തിൽ മുന്നേറുക, അതിനായി നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ ഈ കാഴ്ച നമുക്കും കാണാൻ സാധിക്കുന്നതാണ്. പൊതുവിൽ ലോകത്തുള്ള അഹമ്മദികളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ലോകത്ത് നിന്ന് ശൈത്താന്റെ അധികാരം അവസാനിക്കട്ടെ. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച ദാസരുടെ അധികാരം ലോകത്ത് സ്ഥാപിതമാകട്ടെ. ഈ ദുആകൾ ചെയ്യുന്നതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരിൽ ഉൾപ്പെടുന്നവരായി നാം മാറട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.